മാധ്യമപ്രവർത്തകർ തെറ്റായ വാർത്തകളും ശരിയായ വാർത്തകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്താലാബ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സാങ്കേതികവിദ്യ മാധ്യമരംഗത്ത് നിരവധി വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും വലിയ സാധ്യതകളാണ് തുറക്കുന്നതെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ പറഞ്ഞു. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്താലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിക്കേഷൻ റവല്യൂഷന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് കണ്ടുപിടിക്കുന്നതിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഗവൺമെന്റ് സ്കീംസ് ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സ്കീം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാനും വേണ്ടി സഹായിക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യമായിട്ടുള്ളത്. സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അർഹരായ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളെ ഇത്തരം വാർത്താലാബ് ശില്പശാലകൾ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വികസനോന്മുഖ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നും അത്തരം വാർത്തകൾക്ക് മാധ്യമങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ വാർത്തകൾ എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിനൊപ്പം കൃത്യതയും ഉത്തരവാദിത്വബോധവുമുള്ള മാധ്യമപ്രവർത്തനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും V. പളനിച്ചാമി ചൂണ്ടിക്കാട്ടി. Government of India, whether it's a state government, lots of schemes are coming. But it's our duty to inform the people and educate the people. It's very, very important is awareness. So whether we are able to really do that. Why we come? Because we cannot interact with the people directly. You are the last mile connectivity and taking our messages to the people. The end connectivity go through you. You are the conduit. So you are our client. So that's what we really approach you and we interact with you on regular basis. For example, in our places, wherever we have our office and then regular interaction with the media takes place. PIB കൊച്ചി ഡയറക്ടർ ധന്യ സനൽ കെ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പത്മശ്രീ സത്യനാരായണ ബെളേരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PIB കൊച്ചി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ഷാമില KY ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, പ്രസ് ക്ലബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.